നമസ്കാരം. 2024 എന്ന പുതുവർഷം അടുത്തു എന്നതാണ് വാസ്തവം. ഏവരും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക തന്നെയാണ്. എന്നാൽ ചോതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുതുവർഷത്തിൽ സംഭവിക്കുന്നതാകുന്നു. ചോതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇത്. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലക്ഷ്യപ്രാപ്തി നേടും എന്ന് തന്നെയാണ് 2024 ചോതി നക്ഷത്രക്കാരുടെ ഫലം. അതിനാൽ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുകയാണ് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വർഷം കൂടിയാണ് 2024. സാമ്പത്തികപരമായ തിരിച്ചടികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം. അതിനാൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഫലവത്താകണം എന്നില്ല. അതിനാൽ ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ. കുടുംബജീവിതം താറുമാറാകുന്ന അവസ്ഥ ചിലപ്പോൾ വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അത്തരം അവസരങ്ങൾ തീർച്ചയായും രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, പലരുമായി ബന്ധപ്പെട്ടാകാം. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ബന്ധങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ അത് ഏതൊരു കാര്യമാണ് എങ്കിലും അതിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പലരും നൽകിയ പണം തിരികെ നൽകുവാൻ, അതായത് നിങ്ങൾ വാങ്ങിയ പണം തിരികെ നൽകുവാൻ സാധിക്കാത്ത അവസ്ഥ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. അതേപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമാണ് സമയം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠന വിജയം നേടുവാൻ സാധിക്കും. കലയുമായി ബന്ധപ്പെട്ട് വളരെയധികം മേന്മ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം കലാമേഖലയിൽ വളരെയധികം അംഗീകാരങ്ങൾ, നേട്ടം, ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്ന ഒരു വർഷമാണ് 2024. അതിനാൽ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ കൈവരുന്ന വർഷമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ശ്രമിക്കുകയാണ് എങ്കിൽ ഈ വർഷം കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം സഹായങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടുന്നതാകുന്നു. പലരും ചതിയുമായി ബന്ധപ്പെട്ട് അത്തരം പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ടതാകുന്നു. മോഹന വാഗ്ദാനങ്ങൾ തന്നെ നൽകും എന്ന് പറയാം. അത് ധനപരമായി ചതി തന്നെയാകാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് ചതി സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. എന്ത് കാര്യം നാം കേൾക്കുമ്പോഴും അതിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടരുത് എന്ന കാര്യം ഓർക്കുക. പലവട്ടം നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ പാടൂ. അതല്ല എങ്കിൽ ചതിക്കപ്പെടും. നിങ്ങളുടെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുക്കളായി മാറുവാൻ സാധ്യത കൂടുതലാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ ബന്ധം അല്പം വഷളാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തീർച്ചയായും വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. രമ്യതയിൽ തന്നെ ഇത്തരം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു.
ഇതിന് സഹായകരമായ ചില വഴിപാടുകൾ, അതായത് ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ വഴിപാടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്താം. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവിക്ക് വിളക്ക് വഴിപാട് നടത്തുക. അതോടൊപ്പം രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. സാധിക്കുന്നവരാണ് എങ്കിൽ എല്ലാ മാസവും ദേവിക്ക് കടുംപായസം വഴിപാടായി നടത്തുക. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന പല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. കാരണം പല രീതിയിലും ബന്ധങ്ങൾ വരികയും അത് നിങ്ങൾക്ക് വിവാഹം വരെ എത്തുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ബന്ധങ്ങൾ നഷ്ടമാകുന്നു, കല്യാണങ്ങൾ മുടങ്ങുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ചിങ്ങമാസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാകുന്നു. വിവാഹം നടക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമായി തന്നെ വിലയിരുത്താം. അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും ചിങ്ങത്തിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ വർഷം പൊതുവെ സാധ്യത ഉണ്ട് എങ്കിലും ചിങ്ങമാസത്തിലാണ് സാധ്യത കൂടുതൽ എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ലാഭങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അല്പം ധനപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാം. എന്നാൽ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രശ്നം ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്ന കാര്യമാകുന്നു. പല കാര്യങ്ങളും പലരെയും വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തീർച്ചയായും ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ലാഭം ലഭിക്കും എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ അകപ്പെടുകയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. അതിനാൽ ഏത് കാര്യവും പുറമോടിക്കണ്ട് നാം തിരഞ്ഞെടുക്കുവാൻ പാടുള്ളതല്ല. എപ്പോഴും ശരിയായി ചിന്തിച്ച് മാത്രമേ തിരഞ്ഞെടുക്കുവാൻ പാടൂ. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ തരക്കേടില്ലാത്ത വർഷം തന്നെയാണ് 2024. തൊഴിൽ മാറുവാനും വിദേശത്തെ ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽപരമായി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വാഹനയോഗം ഉള്ള ഒരു വർഷം തന്നെയാണ് എന്ന് പറയാം. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തീർച്ചയായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വാക്ക്, നാക്ക്, പ്രവൃത്തി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഒരുപാട് പേർ നിങ്ങളെ വിട്ടു പോകുന്നതിന് അത് കാരണമാകും. അതിനാൽ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും അതേപോലെ തന്നെ പറയുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. കള്ളങ്ങൾ നാൾക്കുനാൾ പറയേണ്ടതായ അവസ്ഥ വന്നു ചേരും. അത്തരത്തിലുള്ള സാധ്യതയും കൂടുതലാകുന്നു. എന്നാൽ കള്ളങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് മറയ്ക്കുവാൻ തന്നെ നിങ്ങൾക്ക് 100 കള്ളം പറയേണ്ടതായി വരും. അതിനാൽ ഏതവസ്ഥയിലാണ് എങ്കിലും സത്യം പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം എന്ന കാര്യവും ഓർക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ തൊഴിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുവാൻ സാധ്യത ഉണ്ട്. അത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളാലാകാം. അതിനാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തൊഴിൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ആ തൊഴിൽ പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ധനപരമായ ഉയർച്ച വസ്തു വിൽപ്പനയിലൂടെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് തോന്നുകയാണ് എങ്കിൽ തീർച്ചയായും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. രോഗങ്ങൾ അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാവുന്ന പ്രശ്നങ്ങൾ
മുൻകൂട്ടി കണ്ട് പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. അതായത് ചികിത്സ ഒരിക്കലും നിങ്ങൾ മുടക്കുവാൻ പാടുള്ളതല്ല. ഭാഗ്യക്കുറിക്ക് സാധ്യത കൂടുതലാകുന്നു. ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാധ്യത ഈ വർഷം അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. പണച്ചിലവ് ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം. സർക്കാരുമായി ബന്ധപ്പെട്ട് പല ആനുകൂല്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം. നിങ്ങൾ രാമായണം, ഗീത തുടങ്ങിയ അതിവിശേഷപ്പെട്ട കാര്യങ്ങൾ പാരായണം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ലളിതാ സഹസ്രനാമവും നിത്യവും പാരായണം ചെയ്യുക. സാധിക്കാത്തവരാണ് എങ്കിൽ നിത്യവും പാരായണം ചെയ്യുന്നത് കേൾക്കുകയെങ്കിലും ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. കുടുംബദേവതയെ മറക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായും കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ കുടുംബദേവതയ്ക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ കുടുംബക്ഷേത്രത്തിൽ നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. പ്രധാനമായും ചോദ്യ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പറയുവാൻ സാധിക്കുക. ദുരിതങ്ങൾ അകന്ന് ഏറ്റവും ശുഭകരമായ വർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.